നമസ്കാരം. ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു മരണക്കണി, അതായത് ഒരു ആക്സിഡൻറ്റ് സോൺ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അനവധി പരാതികൾ കടലാസിൽ കൊടുത്തു, അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളിൽ കൊടുത്തു, അധികാരികളെടുത്ത് ഞങ്ങൾ വാക്കാൽ പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു പരാതി എയറിലേക്ക് വിടുകയാണ്. അത് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അതുപോലെ ഗവർണറോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആര് കണ്ടാലും വേണ്ടില്ല, ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് ഒരു ചെറിയ ഉടുപ്പെടുക്കും. അത് മുതൽ അവൻ്റെ ജീവിതത്തിൽ മുട്ടുസൂചി മുതൽ അവൻ ജീവിക്കുമ്പോൾ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും, അത് കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോകും. ആ സമയത്ത് 12 മുഴം പട്ടട വാങ്ങും. അതിന് വരെ നികുതി കൊടുത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആരും ഔദാര്യത്തിലല്ല. ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ്. ഞങ്ങൾ ഈ ടാക്സൊക്കെ നൽകുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രമാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാപ്പംകൊല്ലി ജംഗ്ഷനിലാണ്. അതായത് ബാംഗ്ലൂർ റോഡിൽ നിന്ന് തെച്ചായിട്ട് വരുന്ന 2 ഹൈവേകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഈ കാപ്പംകൊല്ലി ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ദിനം പ്രതി 100 കണക്കിന് അപകടങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. 2 പേർ മരിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ജീവച്ഛവമായി മാറിയിട്ടുണ്ട്. കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ട് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണം. വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു പരിഹാരമാണ്. ഇവിടെ ഒരു റൗണ്ട് ഓപ്പോട്ട് ഉണ്ടാക്കിയാൽ ഈ വിഷയം കഴിഞ്ഞ് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൽപ്പറ്റയിൽ നിന്നും ചുണ്ടയിൽ നിന്നും വരുന്ന ഈ റോഡ് ഇവിടെ സന്ധിച്ച് ഊട്ടി റോഡിലേക്ക് കൺഷൻ ചെയ്യുകയാണ്. ഊട്ടി റോഡിൽ നിന്ന് ആ ഒറ്റ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചുണ്ട റോഡിലേക്ക് വരുമോ കൽപ്പറ്റ റോഡിലേക്ക് വരുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ അപകടത്തിലേക്ക് നയിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ നിന്നുണ്ടാവണം. ഞങ്ങൾ അനവധി പരാതികൾ കൊടുത്തു. ഇനിയും കാപ്പംകൊല്ലിക്കാർക്ക് ഇവിടെയുള്ള ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ അവരുടെ ജീവന് സംരക്ഷണം ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അവർ കാപ്പംകൊല്ലിയിലെ ജനങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരു അപകടം പറ്റി ആർക്കും ഒരു മരിപ്പുണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിലപ്പെട്ട ജീവനുകളാണ് ഇവിടെ പൊലിയുന്നത്. ഒരു 8 മാസങ്ങൾക്ക് മുന്നാണ് ഇവിടെ പോളി പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ മരിച്ചത്. ഇതുപോലെയുള്ള ഈ ഒരു അപകടം ഇനി ഇവിടെ ഉണ്ടാകരുത്. അതിനുള്ള നടപടി സ്വീകരിക്കണം. ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഒക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ എല്ലാം നടക്കുന്നത് കണ്ട് പരിചയമുള്ള ആളാണ്. ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാണ്. അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല തവണ ഒരു 2011 മുതൽക്ക് 12 മുതൽക്ക് തന്നെ ഇവിടെ പല ആക്സിഡൻറ്റുകളും നടന്നിട്ട് ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് എത്രയോ ആക്സിഡൻറ്റുകൾ ഇവിടുന്ന് ഓട്ടോറിക്ഷക്കും മറ്റുള്ള ആളെ കൊണ്ടുവരാനേ സമയമുള്ളൂ. എന്നിട്ടും മേലധികാരികളെ കണ്ണ് തുറന്നിട്ടില്ല ഇതുവരെ. പലവരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആർടി ഓഫീസ് പറഞ്ഞിട്ടുണ്ട്, കളക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്, പൊതുമരാമത്തിൽ ഇങ്ങനെ പല സ്ഥലത്ത് കൊടുത്തിട്ട് അവരൊക്കെ ചെയ്യാമെന്നല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒരു മറുപടിയും പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിന് കഴിയുന്നത്ര പരമാവധി പെട്ടെന്ന് തന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെയും കൂടി ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതിന് മുമ്പ് 2 പേരും ഇവിടെ മരിച്ചതാണ്. ഒരു ബസ്സും ലോറിയും കാറുമായിട്ട് ഇടിച്ചിട്ട്. അതേപോലെ ഇനിയും ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലമാണ്. എപ്പോഴും വാഹന തിരക്കുള്ള ഒരു കൂട്ടം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരിഹാരം എന്ന് പറയുന്നത്? ഈ പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു റൗണ്ട് ഓഫ് പാർട്ട് നിർമ്മിച്ചാൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. റോഡിന് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് കഴിയുന്നത്ര പെട്ടെന്ന് ഇതിനെന്തൊരു പരിഹാര മാർഗം കാണുക, റൗണ്ട് ഓഫ് പാർട്ട് നിർമ്മിക്കുക. അല്ലാതെ ഇതിന് വേറൊരു മാർഗമൊന്നും കാണാനുള്ള വഴിയില്ല ഇവിടെ. ഈ അപകടത്തിലുണ്ടായിരുന്നു എന്താണ് ഈ റോഡിൻ്റെ കാര്യം നമ്മൾ എന്നും കാണുന്നതാണ്. എന്താ നിങ്ങളൊക്കെ പഴയ ആളുകളാണ്, എന്താണ് അവിടെ പറയാനുള്ളത്? ഒരു കാര്യം പറയാനില്ല. ഇത് 10 കൊല്ലത്തിന് മേലായി. ഞാനിത് DWDയിൽ കൊണ്ടുപോയിട്ട് കുറേ കാര്യങ്ങളെല്ലാം അരിഞ്ഞു കൊടുത്തു, ഉപ്പ് ശേഖരണം നടത്തി കൊടുത്തു. അപ്പോൾ പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ 1 മാസം പോലീസുകാരുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ എത്ര അപകടങ്ങളാണ്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം. ഇത് ആരോട് പറയാനാ? ആണ് പ്രശ്നം. എല്ലാവരും ചോദ്യതാണ്. പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. കണ്ണു കൊടുക്കാൻ സാധിക്കും. കാപ്പംകൊല്ലി ടൗണിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ കണ്ണിന് മുന്നിലാണ്.
അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ ഇത് അപകടം കുറയാൻ അതന്നെ ഇവിടെ അപകടം പറയാൻ വേണ്ടിയിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പിന്നെ വേണ്ട ആൾക്കാരെ കണ്ടിട്ട് അതിനുള്ള സജ്ജീകരണം ഇവിടെ റെഡിയാക്കണം. ഇവിടെ ഡെയിലി ആക്സിഡൻറ്റ് നടക്കണതല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് 2 ആൾ മരിച്ച് ഇവിടെ പിന്നെ വന്നിട്ട് നമ്മളെ പോളിയിൽ പഠിക്കുന്ന 2 പിള്ളേരാണ് ഇവിടെ നിന്ന് മരിച്ചു പോയത്. നമ്മൾ ഡയറക്റ്റ് കാണുകയാണ്. നമ്മൾ ഈ കച്ചവടക്കാർ ഇവിടെ പണിയെടുക്കുക അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ ഇത് ഇതൊക്കെ ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ശാശ്വതമായ പരിഹാരം വേണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ CCTV ദൃശ്യം ഇന്നലെ കാപ്പംകൊല്ലി ജംഗ്ഷനിലുണ്ടായിട്ടുള്ള ഒരു അപകടമാണ്. രാവിലെ പണിക്ക് പോകുന്ന ഒരു സ്ത്രീയും പുരുഷനും കാറ് വന്ന് ഇടിച്ച് അവർക്ക് പറ്റിയ അപകടമാണ്. അവർ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇനി എന്തെല്ലാം വേദനകൾ അനുഭവിക്കണം, അതുപോലെ തന്നെ പണം അവർ ചിലവാക്കണം. ഇതുപോലെ ഒട്ടനവധി ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ കാണുന്ന ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ വല്ലവധി നിവേദനമൊക്കെ കൊടുത്ത് അതിനൊന്നും പരിഹാരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. കാണുന്ന ആളുകൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.